ഇന്ത്യയുടെ പ്രൊജക്ട് 75 കീഴിലുള്ള അന്തർവാഹിനിയുടെ പരീക്ഷണം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഇപ്പോൾ ഒരു സുപ്രധാന തീരുമാനമെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന. 60,000 രൂപയുടെ ഒരു വലിയ പദ്ധതിക്കാണ് ഇന്ത്യൻ നാവികസേന രൂപം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി 6 അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഇന്ത്യൻ നാവികസേന സർക്കാർ ഉടമസ്ഥതയിലുള്ള മാസഗോൺ ഡോക്ക് ലിമിറ്റഡിന് അംഗീകാരം നൽകി. ഇന്ത്യക്ക് വേണ്ടുന്ന യുദ്ധോപകരണങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഇപ്പോൾ തദ്ദേശീയമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം ഇന്ത്യയിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാങ്കേതിക വികസനത്തിനായി പൊതുമേഖലാ യൂണിറ്റുകൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യൻ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനമുള്ള 6 നൂതന പരമ്പരാഗത അന്തർവാഹിനികൾ സ്വന്തമാക്കാനാണ് ഇന്ത്യ ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഈ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അഥവാ AIP പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ തുടരാൻ ഇതിന് സാധിക്കും. AIP സാങ്കേതിക വിദ്യയുള്ള ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് അന്തർവാഹിനികൾ സ്വന്തമാക്കാനാണ് പ്രൊജക്ട് 75 ഇന്ത്യ ലക്ഷ്യമിട്ടത്. ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യാനുസരണം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച രണ്ടാമത്തെ SSBN INS അരികട്ട് പരീക്ഷണങ്ങളുടെയും നവീകരണങ്ങളുടെയും അവസാന ഘട്ടത്തിലാണിപ്പോൾ. അടുത്ത 2 മാസത്തിനുള്ളിൽ അന്തർവാഹിനി ഔദ്യോഗികമായി തന്നെ പ്രവർത്തനക്ഷമമാകും എന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ഈ പ്രൊജക്ട് 75 ഇന്ത്യ 6 നൂതന അന്തർവാഹിനികളാണ് സ്വന്തമാക്കാൻ പോകുന്നത്. എന്നാൽ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 6 നൂതന അന്തർവാഹിനികൾ എന്ന് പറഞ്ഞാൽ ഇത് വെറും അന്തർവാഹിനികളല്ല, AIP സാങ്കേതിക വിദ്യകൾ അടങ്ങിയിട്ടുള്ള അന്തർവാഹിനികളാണ്. അതായത് ഇന്ത്യൻ നാവികസേനയുടെ ഏത് ആവശ്യവും നിറവേറ്റാൻ ഇതിന് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.